ഉമ്മീസ് കുക്കിംഗ് ഡീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞമത്തി പുളിങ്കറിയാണ്. ചെറിയ മത്തിയുടെ കറിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മൺപാത്രം എടുത്തു, അതിലേക്ക് നമ്മൾ മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല കുഞ്ഞമത്തി ഇട്ടിട്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. നമ്മൾ വാളൻപുളി കുറച്ച് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചാണ്, അത് നല്ലോണം പിഴിഞ്ഞൊഴിക്കുക. തിരുമ്പിയിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം പുളി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പുളി പിഴിഞ്ഞത് നമുക്ക് ക്രഷ് ചെയ്ത് 1 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, തോനിടണ്ട, കുറച്ചിട്ടാൽ മതി. 1/4 ടീസ്പൂണിൽ അധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വേണ്ടതിനും 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ. നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണേ. കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ ചുവന്നുള്ളി, കൊച്ചുള്ളി ചതച്ചതാണ്, വെളുത്തുള്ളി ഒന്നുമില്ല, ചതച്ചിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല കൈ കൊണ്ട് മിക്സ് ആക്കുക. ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്കിത് സ്റ്റൗവിൽ വെച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. ഇനി അടച്ച് വെക്കാം. അങ്ങനെ നമ്മളെ കറി ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊരു തക്കാളി, ചെറിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ പുളി കുറേ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ചെറിയ തക്കാളി റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും, എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമ്മളെ കറി നല്ല തിളയൊക്കെ വരട്ടെ, നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ മത്തിപ്പുളിങ്കറി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. അടച്ച് വെക്കാം. മത്തിപ്പുളിയും കറിക്ക് നമുക്ക് കുറച്ച് ഉലുവ വറുത്തിട്ടിടണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. മത്തിപ്പുളിയും കറിക്ക് നമ്മൾ ഉലുവയും ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാം മത്തിപ്പുളിയും കറി. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. ഇപ്പോൾ നല്ല നമുക്ക് ചെറിയ മത്തി കിട്ടുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ടുണ്ടും വരാം. താങ്ക് യു.